ശന്തനു മഹാരാജാവ് കുരു വംശത്തിന്റെ അധിപനായ ശന്തനു, അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ച ഗംഗാദേവി ഒരു കരാറുണ്ടായിരുന്നു. ജനിക്കുന്ന കുട്ടികളെ ഗംഗയ്ക്ക് കൊടുക്കണം. ആ കുട്ടികളെ അതിലൊരു കുട്ടിയെ ഒഴുക്കിവിടാൻ സമ്മതിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരമ്പര വേണം. ഒരു കരാറുണ്ടായിരുന്നു. എപ്പോൾ കുട്ടിയെ എടുത്തു വയ്ക്കുന്നു അന്ന് ഞാൻ. അങ്ങനെ ഗംഗ പോയി. അങ്ങനെ ഗംഗ പോയി അദ്ദേഹം ഇരിക്കുന്ന കാലം പിന്നീട് അദ്ദേഹത്തിന് സത്യവതി ദേവിയെ കല്യാണം കഴിച്ചത്ര അല്ല കല്യാണം കഴിച്ചു. അതിൽ കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് അദ്ദേഹം ആരോ പറഞ്ഞിട്ട്, മഹാത്മാക്കൾ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വ്രതം ഇരുന്നു. അങ്ങനെ ശന്തനു മഹാരാജാവ് വ്രതമിരുന്ന ഈ കുണ്ട് പിൽക്കാലത്ത് ശന്തനു കുണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പോഴും സന്താനഭാഗ്യം ഇല്ലാത്തവര് ഇതിനെ പ്രദക്ഷിണം വെക്കുന്ന പറയും ഈ കുണ്ട്. അതുകൊണ്ട് സന്താനം ഉണ്ടാവട്ടെ. കുണ്ട് കണ്ടാൽ മിക്കവാറും ഇവിടുത്തെ ഈ വെള്ളം ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ നാടിന്റെ തലത്തിൽ കാണാൻ പാടില്ല. ഇത് 60% സാൾട്ട് ഫിഷാണ്. ഇവിടുത്തെ മണ്ണ് അങ്ങനത്തെ മണ്ണാണ്. അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. ഈ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇവരൊക്കെ ബോർവെൽ അടിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നവരാണ്. അല്ലാതെ ഈ വെള്ളം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് നാട്ടിലെ പോലെ കാണാൻ പറ്റുന്ന സ്ഥലമല്ല അത്. നിങ്ങൾ അവിടെ രാവിലെ ഉച്ചയ്ക്കൊക്കെ വായ കഴുകുന്ന വെള്ളം നോക്കിയോ? അത് ഇവിടുത്തെ വെള്ളമാണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഇവിടെ കിണർ എന്ന് പറഞ്ഞ സാധനമില്ല. കിണർ കുഴിച്ചാൽ കിട്ടുന്നത് മുഴുവൻ കടുത്ത ഉപ്പ് വെള്ളമാണ്. ഇവിടെ മണ്ണിനടിയിൽ ഉപ്പ് അംശം വളരെ കൂടുതലാണ്. ഒരു കാലഘട്ടത്തിൽ കടലായിരുന്നു എന്നല്ലേ പറയുന്നത്. പിന്നെ കരയായി മാറിയതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം അവർ ഉപയോഗിക്കില്ല. നമ്മളായാലും ഉപയോഗിക്കില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ ഈ വെള്ളത്തിൽ പോയി കുളിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഏതായാലും ശന്തനു ഇവിടെ വന്ന് അദ്ദേഹം കുറച്ച് ദിവസം വ്രതക്കെടുത്ത് ഇവിടെ നിന്ന അനുഗ്രഹം കൊണ്ടാണ് അത്രയും സത്യവതി ദേവിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പൊ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവണം ആഗ്രഹമുള്ളവർക്ക് പ്രദക്ഷിണം വെച്ചിട്ട് തരാം. കുളത്തിനാ ഈ കുണ്ടിനാണ് അമ്പലങ്ങൾ പിന്നീട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ കുരങ്ങിനെ ഓടിക്കുന്നതാണോ?
കഷ്ടപ്പാട് എടുക്കുന്നത്. Radhe Radhe
രാധേ 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 ഗണപതി महाराज की आज की आनंद की नरसिंह मूर्ति की കയ്യിലും അല്ലേ കയ്യിലാണ് ഇല്ല അത് മാവ്